എന്താ രസം, റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണ്ട. എക്സ്പൾസിൽ 100-110 ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുക. നമ്മളങ്ങനെ വീണ്ടും പുതിയൊരു സ്ഥലത്തേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരറ്റത്തേക്കാണ് നമ്മൾ പോകുന്നത്. ക്യാപ്ഷനിലും അതേപോലെ തംബ്നെയിലും ഒക്കെ നിങ്ങൾ കണ്ട ധനുഷ്കോടിയിലേക്ക്. ധനുഷ്കോടിയിലേക്ക് ഇതിനു മുമ്പ് ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇതെൻ്റെ 3ാമത്തെ പ്രാവശ്യമാണ്. പക്ഷേ നമ്മൾ ഇതുവരെ ധനുഷ്കോടിനെ കുറിച്ചൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോസ് കൂടുതലായിട്ട് ധനുഷ്കോടിനെ കുറിച്ച് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ധനുഷ്കോടിനെ കുറിച്ചുള്ള ഒരു യൂട്യൂബ് വ്ളോഗായിരിക്കും. ധനുഷ്കോടിയിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ളൊരു യൂട്യൂബ് വ്ളോഗ്. നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാക്കനാട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ക്യാമറ ഒന്നും ഓണാക്കിയില്ലായിരുന്നു. കാക്കനാട്, മൂവാറ്റുപുഴയും കോതമംഗലമൊക്കെ എന്ത് കാണിക്കാനിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ മൂന്നാർ റൂട്ട് പിടിക്കായിരുന്നു. നമ്മൾ മൂന്നാർ റൂട്ട് പിടിക്കാതെ നമ്മൾ ഇടുക്കി റൂട്ട് പിടിച്ചാണ് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാർ റൂട്ട് പിടിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ധനുഷ്കോടി പോകാം. ഞാനിപ്പോൾ ഇടുക്കി റൂട്ട് പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള വഴിയാണിത്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. മറ്റേ റൂട്ട് കുറച്ച് ക്രൗഡഡാണ്. പക്ഷേ കിലോമീറ്റർ എനിക്ക് മൂന്നാറിലേക്ക് പോകാൻ വേണ്ടി എളുപ്പം മറ്റേ റൂട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ ഈ റൂട്ട് വഴി പിടിച്ച് നമ്മളിന്ന് ആനച്ചാൽ സ്റ്റേ എടുക്കും. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 4:15 ഈവനിങ് ആണ്. അപ്പം നമ്മളിന്ന് ആനച്ചാൽ സ്റ്റേ എടുക്കും. ആനച്ചാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ സ്റ്റേ എടുക്കും. സ്റ്റേ എടുത്തിട്ട് ഇന്നും നാളെ അവിടെ സ്റ്റേ ചെയ്തിട്ട് മറ്റേനാളാണ് നമ്മൾ ധനുഷ്കോടിയിലേക്ക് യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു എപ്പിസോഡ് വീഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പിസോഡ് വീഡിയോ ഒന്നുമല്ല. വെറുതെ നമ്മളിങ്ങനെ വ്ളോഗ് നീട്ടി വലിക്കുന്നില്ല. ഒറ്റ എപ്പിസോഡിൽ തന്നെ ധനുഷ്കോടിയിലേക്ക് എത്തുന്ന ഒരു വീഡിയോ കൂടിയാണിത്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ മൂന്നാറടുത്തുള്ള ആനച്ചാൽ എത്തിയേക്കാണ്. ഇവിടെ റൂട്ട്സ് മൂന്നാറിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. അവൻ കുറച്ച് നാളായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ധനുഷ്കോടി പോകുമ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകാം എന്നാണ് നമ്മുടെ പ്ലാൻ. ഒരാൾക്ക് കൊച്ചിയിൽ നിന്നൊക്കെ ധനുഷ്കോടി പോകണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്ക് ധനുഷ്കോടി എത്താൻ കഴിയുന്നതാണ്, ഒറ്റ സ്ട്രെച്ചിൽ പിടിക്കാൻ കഴിയുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം പോയപ്പോഴും ഒറ്റ സ്ട്രെച്ചിൽ പിടിച്ചാണ് പോയത്. പക്ഷേ മൂന്നാർ വഴിയല്ലേ പാസ് ചെയ്ത് പോകുന്നത്. അപ്പം മൂന്നാർ സ്റ്റേ അടിക്കണം എന്നൊരാഗ്രഹം തോന്നിയതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ സ്റ്റേ എടുത്ത് നിൽക്കുന്നത്. നിങ്ങളും ധനുഷ്കോടി പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സ്റ്റേ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ ആ തണുപ്പൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും. ഇപ്പം ഡിസംബറൊക്കെയാണ് വരാൻ പോകുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ മൂന്നാറുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത ദിവസം നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോകുമ്പം തേനി, മധുരൈ വഴിയൊക്കെയാണ് പോകുന്നത്. നല്ല വെയിലുള്ള ടെമ്പറേച്ചറാണ്. അപ്പം ആ വെയിലൊക്കെ ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം ഒന്നിച്ചിരി തണുപ്പും കൂടെ ആസ്വദിക്കാമെന്ന് കരുതി. പിന്നെ മൂന്നാർ സ്റ്റേ എടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് പോകാം. എറണാകുളത്ത് നിന്ന് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ധനുഷ്കോടിയിലേക്ക് പോകുമ്പോൾ നമുക്കൊരിക്കലും ആ ധനുഷ്കോടി സൺസെറ്റ് കിട്ടാൻ ഇച്ചിരി പാടാണ്. കാരണം ടൈം എടുക്കും. നമ്മളെത്തുന്ന സമയത്ത് നമുക്ക് രാമേശ്വരത്ത് വെച്ച് തന്നെ ഇരുട്ടാവും. പിന്നെ ഒരു ടൈം ഒരു 4 മണി 5 മണി എങ്ങാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാമേശ്വരത്ത് നിന്ന് നമുക്ക് ധനുഷ്കോടിയിലേക്ക് കടത്തി വിടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മൂന്നാർ സ്റ്റേ എടുത്തിട്ട് ധനുഷ്കോടി പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മളെന്താണെങ്കിലും നാളെ ഇവിടെ എൻജോയ് ചെയ്തിട്ട് മറ്റേന്ന് ഏർലി മോർണിംഗ് ധനുഷ്കോടി പിടിക്കാനാണ് പ്ലാൻ. പ്രോപ്പർട്ടി അടിപൊളിയായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പക്ഷേ നൈറ്റ് ആയിട്ട് കൂടുതലായിട്ട് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല വ്യൂ കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും നമ്മളിന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ ഇവിടെ എന്താ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മൾ എണീറ്റു. റൂമിൽ നിന്നും ഗ്ലാസ് വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. കാടിന്റെ ഉള്ളിലുള്ള ഒരു പൂൾ വില്ല. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ വരാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി. നല്ല പ്രൈവസി ഒക്കെ ഉണ്ട്. ഫുഡ് കഴിച്ച് മലനിരകളൊക്കെ നോക്കി റൂട്ട്സ് മൂന്നാറിൽ നമ്മൾ റിലാക്സ് ചെയ്തു. ഈവനിങ് ആയപ്പോൾ കോട നൈസായി ഇറങ്ങി. വണ്ടിയെടുത്ത് മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ ഒരു ചെറിയ റൈഡ് പാസാക്കി.
സമയം രാവിലെ 5:30 ആയേക്കാണ്. നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോവാണ്. ആഷിഫ് വണ്ടിയെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ആഷിഫേ, എങ്ങനെ ആയിരിക്കും ഇനി റൈഡ് അങ്ങോട്ട്? അടിപൊളിയായി. അല്ലടാ, വഴി പറഞ്ഞു കൊടുക്കടാ. വഴിയാ നമ്മളിവിടെ നിന്ന് ഗ്യാപ്പ് റോഡ് പോയിട്ട് ഗ്യാപ്പ് റോഡിൽ നിന്ന് ബോഡി ഇറങ്ങി മധുര തേനി മധുര ധനുഷ്കോടി. ധനുഷ്കോടി ഏകദേശം ഇവിടെ നിന്നൊരു 370 കിലോമീറ്ററൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൈകുന്നേരം ഒരു 5 മണിക്ക് എത്താനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് രാമേശ്വരം കഴിഞ്ഞ് ധനുഷ്കോടി ഇന്ന് കയറാൻ പറ്റുള്ളൂ. ധനുഷ്കോടി പിടിക്കാനാണ് പ്ലാൻ. അതുകൊണ്ട് തന്നെ ഒരു 5 മണിക്ക് എത്തിയാൽ 5 മണിക്ക് ചെക്ക് പോസ്റ്റ് അടക്കും. അതിന് മുന്നേ എത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നോക്കാം. അപ്പോൾ ബാക്കി നമ്മൾ അപ്ഡേറ്റ്സ് കാണിക്കാം. പറ്റിയില്ലെങ്കിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ നാളെ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യും ധനുഷ്കോടി പോകും. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ധനുഷ്കോടി പിടിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് യാത്ര തുടങ്ങുവാണ്. നേരെ ഗ്യാപ്പ് റോഡ് വഴി. ചെറിയ ചാറ്റൽ മഴയുണ്ട്, പക്ഷെ അതൊന്നും നമ്മളെ തടയില്ല അല്ലേ? അതെ, ഇത്രയും കൊണ്ടും എന്നെ തടയില്ല. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞു. പക്ഷെ ചാറ്റൽ മഴയുണ്ട്. ചെറുതായിട്ട് വെളിച്ചം വന്ന് തുടങ്ങി. നമ്മൾ ഗ്യാപ്പ് റോഡ് സൈഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഗ്യാപ്പ് റോഡ് കയറിയിരിക്കുകയാണ്. മൂന്നാർ ഗ്യാപ്പ് റോഡ് കയറിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് മൂന്നാർ ധനുഷ്കോടി ഹൈവേ. ഈ ഹൈവേ നിന്ന് നമ്മൾ നേരെ പിടിച്ചാണ് നമുക്ക് ധനുഷ്കോടി എത്തേണ്ടത്. എന്താ വൈബ് ഓടിക്കാനായിട്ട്. രാവിലെ ലവ്ലി വെതറാണ്, നല്ല തണുപ്പുണ്ട്, മഴ നിന്നിട്ടുണ്ട്. ഫോഗി വെതറാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫോഗ് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ റൂട്ട് മാപ്പ് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പൂപ്പാറ പിടിക്കും. പൂപ്പാറ ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്റേഴ്സ് ഉണ്ട്. പൂപ്പാറ വരെ റോഡ് ഇതുപോലെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ രാവിലെ തന്നെ പൂപ്പാറയിൽ നിന്ന് നമ്മൾ തമിഴ്നാട് കയറും. ബോഡിമേട്ട് വഴി തേനി എത്തും. തേനിയിൽ നിന്ന് നമ്മൾ മധുരൈ പിടിക്കും. മധുരയിൽ നിന്നാണ് നമുക്ക് രാമേശ്വരം എത്തേണ്ടത്. രാമേശ്വരം എത്തിയിട്ടാണ് നമുക്ക് ധനുഷ്കോടി പോകേണ്ടത്. ഒരു ബ്യൂട്ടിഫുൾ റൈഡ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഓടിക്കാനായിട്ട്. എന്താ വൈബ്. ധനുഷ്കോടി ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ആണ്. ഞാൻ ഈ അടുത്താണ് ധനുഷ്കോടി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ആ കൂടെ 2 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ആ 2 പ്രാവശ്യം പോയതും ഈ ഒരു 2 കൊല്ലത്തിൻ്റെ ഇടയിലാണ്. പണ്ട് മുതലേ നമ്മൾ റൈഡിങ് ഒക്കെ തുടങ്ങിയ സമയത്ത്, ഒരു 10 കൊല്ലം മുമ്പ് റൈഡിങ് തുടങ്ങിയ സമയത്ത്, 10-15 കൊല്ലം മുമ്പേ റൈഡിങ് തുടങ്ങിയ സമയത്ത് കുറേ ആൾക്കാർ പോകുന്നതുമായിട്ടുള്ള സ്ഥലമാണ് ധനുഷ്കോടി. പലരുടെയും ഡ്രീം ലൊക്കേഷനായിരുന്നു. ഈ ലഡാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറേ അന്നത്തെ റൈഡേഴ്സിന് ധനുഷ്കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒന്നായിരുന്നു. പക്ഷേ നമ്മൾ ഈ എറണാകുളത്തു നിന്നാണ്, ഫുൾ കടലിൻ്റെ ഇടയിൽ നിന്നാണ്. ഗോവ, പോണ്ടിച്ചേരി ഒന്നും പേഴ്സണലി എനിക്ക് അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ധനുഷ്കോടി പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇനീഷ്യലി. പക്ഷേ 2 കൊല്ലം മുമ്പ് ധനുഷ്കോടി പോയപ്പോഴാണ് ആ ധനുഷ്കോടിയുടെ മാജിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അതിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അതിൻ്റെ ഒരു വൈബ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ചരിത്രം മനസ്സിലാക്കി പോയിരിക്കേണ്ട ഒരു സ്ഥലം എന്ന് തന്നെയാണ് എനിക്ക് ധനുഷ്കോടിയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഗോവ, പോണ്ടിച്ചേരിയൊക്കെ കാണുന്നത് പോലെ ധനുഷ്കോടിയെ കാണരുത്. അങ്ങനത്തെ ഒരു സ്ഥലമേ അല്ല അത്. ഇറ്റ്സ് എ ഗോസ്റ്റ് ലാൻഡ്. അതെന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്, അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ലൈഫ് കുറേ പഠിക്കാൻ പറ്റും. ലൈഫ് എത്ര പെട്ടെന്ന് ചേഞ്ച് ആവും എന്നൊക്കെ മനസ്സിലാക്കി തന്നൊരു സ്ഥലമാണ് എനിക്ക് ധനുഷ്കോടി. എനിവേസ്, ധനുഷ്കോടിയുടെ ഹിസ്റ്ററിനെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. നമുക്ക് എന്താണെങ്കിലും റൈഡ് ചെയ്ത് ധനുഷ്കോടിയിലേക്ക് എത്താം. റോഡ് ഫുൾ ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയല്ല. പൂപ്പാറ വരെ ഇങ്ങനെ ഉള്ളൂ. പൂപ്പാറ കഴിഞ്ഞ് റോഡ് കുറച്ച് നേരം ആവും തമിഴ്നാട് കയറി കഴിയുമ്പം നമ്മുടെ ബോഡിമേട്ട് റൂട്ടിൽ. പക്ഷെ നല്ല റോഡാണ്, വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഹൈവേ ആണ്. ഹൈവേ കൂടെ ആയിരിക്കും നമ്മൾ ഈ എക്സ്പൾസും കൊണ്ട് പോകാൻ പോകുന്നത്. ഞാൻ ഇതിന് മുമ്പ് പോയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ 450 പോയിട്ടുണ്ട്, 452 പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കേർവ് EVയിൽ പോയിട്ടുണ്ട്. ഹിമാലയൻ 450 അടിപൊളി ബൈക്കാണ്, നല്ല പവർഫുൾ ആയിട്ടുള്ള ബൈക്കാണ്.
എന്നിട്ട് പോലും എനിക്ക് ആ ബൈക്കിൽ ആ റോഡിൽ ബോറടിച്ചു. കാരണം അതിൻ്റെ പവറൊന്നും പോരാ അവിടെ. അതുപോലത്തെ ഓപ്പൺ ഹൈവേ ആണ്. അതുകൊണ്ട് തന്നെ എക്സ്പൾസിൽ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കിപ്പോഴേ ഊഹിക്കാം. കുറേ ഇങ്ങനെ തിരിച്ച് പിടിക്കണം. നമുക്ക് റോഡ് കാണാം. ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള റോഡ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു റോഡാണ് തേനി മധുരൈ രാമേശ്വരം റോഡെന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാമേശ്വരത്തുനിന്ന് ധനുഷ്കോടിയിലേക്ക് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. അത് വൈകിട്ട് ഒരു 5 മണിയോ 4:30 ആകുമ്പോഴൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് എത്താൻ പറ്റുമോ എന്ന് നോക്കണം. എത്താൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ധനുഷ്കോടി ടച്ച് ചെയ്യാം. അല്ലെങ്കിൽ രാമേശ്വരത്താണ് എന്തായാലും റൂം എടുക്കുന്നത്. രാമേശ്വരത്ത് റൂം എടുത്തിട്ട് നാളെ പിടിക്കാം എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഒരു ആഗ്രഹം ഇന്ന് തന്നെ പിടിക്കണം എന്നാണ്. അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു ട്രൈ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര റിസ്ക് ഒന്നും എടുക്കില്ല. സമാധാനമായിട്ട് വരായിട്ട് തന്നെ നമ്മളെന്തായാലും ഓടിക്കുള്ളൂ. ഞാൻ എത്ര പ്രാവശ്യം ഗ്യാപ്പ് റോഡ് വന്നിട്ടുണ്ട് എന്നെനിക്കറിയില്ല. ഇപ്പം നമ്മൾ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലൂടെയാണ് കേട്ടോ പാസ് ചെയ്ത് പോകുന്നത്. മൂന്നാറിൽ തന്നെ ഏറ്റവും അധികം തണുപ്പ് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഒരിക്കലും മടുപ്പില്ലാത്തൊരു യാത്രയാണ് കേട്ടോ ഇതുവഴി പോകുമെന്ന് പറയുന്നത്. പണ്ട് റോഡ് ചെറുതായിരുന്നു, അപ്പോൾ ഇത്രയും ഒരു രസം ഉണ്ടായിരുന്നില്ല. പക്ഷെ റോഡ് ഇത്ര അടിപൊളിയായി കഴിഞ്ഞപ്പോഴേ വണ്ടി ഓടിക്കാൻ വേറെ ഫീലാണ് ഇവിടെ. ഈ വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യൂ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ കുറേ കടകളൊക്കെ വന്നു. പണ്ട് ഇത്രയും കടകളില്ലായിരുന്നു. ഈ ഒരു വളവുണ്ട്. ആ വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കോടയായതുകൊണ്ടൊന്നും കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഫുള്ളിങ്ങനെ തേയില തോട്ടങ്ങൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഭയങ്കര ഭംഗിയാണ്. കുറേ ഡ്രോൺ ഷോട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ പലരും എടുക്കാറുണ്ട്. പലരുടെയും വീഡിയോ കണ്ടിട്ടുണ്ട്. എന്താ ടീ പ്ലാന്റേഷൻസ് അല്ലേ? കേരളത്തിലെ ടീ പ്ലാന്റേഷൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എവിടത്തെ ടീ പ്ലാന്റേഷൻസ് ഇന്ത്യയിൽ. പുറത്തെ രാജ്യങ്ങളിൽ എനിക്കറിയില്ല. തമിഴ്നാട്ടിൽ ടീ പ്ലാന്റേഷൻ ഉണ്ട്, ആസാമിലുണ്ട്. ഞാൻ അവിടെയൊക്കെ കണ്ടിട്ട് ഇത്രയും ഒരു കിടിലൻ ടീ പ്ലാന്റേഷൻ പോലെ തോന്നിയിട്ടില്ല. ടീ പ്ലാന്റേഷൻ്റെ കാര്യത്തിൽ കേരളം തന്നെ സെറ്റ്. നമ്മളങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ചായ കുടിച്ചോ? ചായ ഓർഡർ ചെയ്താ? ചായ ഓർഡർ ചെയ്തു. പഴം പപ്സ് അല്ലേ? ചൂടുണ്ടാവോ? അത് ഇരിക്കുന്നു ഒരു പഴം പപ്സ്. ചൂടില്ല. ഇതാണ് പഴം പപ്സ്. ഈ റൂട്ട് വരുമ്പം ഈ കടയിൽ ഞാൻ ഇടയ്ക്ക് കയറി പഴം പപ്സ് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. രാവിലെ തന്നെ പൊറോട്ടയും ബീഫുമാണ് കഴിക്കുന്നത്. ഇവിടെ വന്നപ്പം ചായ പിടിക്കാൻ വേണ്ടി കയറിയാണ്. പൊറോട്ടയും ബീഫും ബീഫ് ഫ്രൈ ആയിന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബീഫ് ഒഴിവാക്കിയിട്ടൊരു പരിപാടിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ട് ബീഫ്? എങ്ങനെയുണ്ട്? ഇവിടെ നല്ല ഫുഡാണ് കേട്ടോ. ഈ ഏരിയയിൽ
നല്ല ഫുഡ് വേണമെങ്കിൽ നിങ്ങൾ ഗ്രിൽസ് ആൻഡ് ചിൽസിൽ വന്നാൽ മതി. അതെ, ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഇതാണ് നമ്മുടെ ചേട്ടൻ. ചേട്ടൻ ഇവിടെ പണ്ട് പോലെയുള്ള ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഇതാട്ടാ. നല്ല ഫുഡ് ആണല്ലേ. ഗിൽസ് ആൻഡ് ചിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ കഴിക്കാറുണ്ട്. ഇവിടുത്തെ പഴം പപ്സും അടിപൊളിയാണ്. അതെ അതെ. സോ വി ആർ ബാക്ക് ഓൺ റോഡ് അഗെയിൻ. ഫുഡ് കഴിച്ചു, കാരണം ഇനി നമ്മൾ തമിഴ്നാട് കയറുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, കുഴപ്പമില്ല തമിഴ്നാടിൽ നിന്ന്. പക്ഷേ ഞാൻ ഓർത്ത് ഇവിടെ നമ്മൾ പൊറോട്ടയും ബീഫും കണ്ടപ്പോൾ പിന്നെ കഴിക്കാതിരിക്കാൻ തോന്നിയില്ല. ഇനി നമ്മൾ നേരെ പൂപ്പാറ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടയൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ റൈഡ് ചെയ്യാൻ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണിപ്പം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷ്കോടിയിലേക്കുള്ള റൈഡിൽ അടിപൊളി ഒരു റൈഡ് തന്നെയാണ് കേട്ടോ. അത് എസ്പെഷ്യലി ഈ റൂട്ട് ഇങ്ങനെ പിടിച്ച് വരുമ്പം ഒരു ദിവസം നേരെ എറണാകുളത്ത് നിന്ന് മൂന്നാർ കയറി വരിക, മൂന്നാർ ഒരു 1-2 ദിവസം നിൽക്കുക, എന്നിട്ട് ധനുഷ്കോടി പോകുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര ഫീലാണ്. ഒട്ടും ടയറിങ്ങും ആയിരിക്കില്ല. നമുക്ക് ആ തണുപ്പും കോടയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാൻ പറ്റും. എനിക്ക് ഒന്ന് നവംബർ, ഡിസംബർ, ജാനുവരി ധനുഷ്കോടി പോകാൻ പറ്റിയ പെർഫെക്റ്റ് ടൈമാണ്. ധനുഷ്കോടി എപ്പോൾ വേണമെങ്കിലും പോകാം, പക്ഷേ ഈ സമയത്ത് പോകുമ്പോൾ മൂന്നാറിൻ്റെ തണുപ്പും പിന്നെ ആ തണുപ്പായതുകൊണ്ട് തന്നെ ധനുഷ്കോടിയിൽ ആ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണേലും ഡ്രാസ്റ്റിക് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. നമ്മൾ മധുരൈ തേനി റൂട്ട് കയറുമ്പം പൊതുവേ ഭയങ്കര വെയിലാണ് കിട്ടാറുള്ളത്. പക്ഷെ ഒരു രസമാണ് ഓടിക്കാനായിട്ട്. ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇപ്പോൾ അറൗണ്ട് നമ്മൾ 4000 കിലോമീറ്റേഴ്സ് ആവുന്നു. എനിക്കിതുവരെ പേഴ്സണലി അങ്ങനെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഐ എം പ്രെറ്റി ഹാപ്പി വിത്ത് ദിസ് മോട്ടോർ സൈക്കിൾ. ഭയങ്കര രസമുണ്ട് ടൂർ ചെയ്യാനായിട്ട്. നമ്മുടെ സീറ്റിംഗ് കംഫർട്ടും എർഗണോമിക്സും സസ്പെൻഷനും ഒക്കെ കൊള്ളാം. പിന്നെ ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള റോഡുകളിൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ക്രൂയിസ് ചെയ്യാം. ഞാനിപ്പോൾ ഇൻ്റർകോം വെച്ചിട്ടുണ്ട്, പാട്ട് കേൾക്കാം. പാട്ട് നമുക്ക് ഇവിടെ സ്വിച്ചസ് വഴി പാട്ട് മാറ്റാനും പാട്ട് പോസ് ചെയ്യാനും ഒക്കെ പറ്റും, കോൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ പറ്റും. അതുകൊണ്ട് പാട്ട് കേൾക്കാൻ ഇതുവഴിയുള്ള ഈ റൂട്ടുകളിലൊക്കെ പാട്ട് കേട്ട് യാത്ര ചെയ്യാനല്ലേ ഭയങ്കര ഒരു സുഖമാണ്. അതും ജോബ് കുര്യൻ്റെ പാട്ടൊക്കെ ഇട്ട് പോകുമ്പം ഭയങ്കര ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളങ്ങനെ പൂപ്പാറയൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പം നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആവാറാവുന്നു. റോഡിലൊക്കെ ഡീസൽ സ്പില്ലായി കിടപ്പുണ്ട്. അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ഓടിക്കുന്നത്. ഏതോ വണ്ടിയിൽ നിന്ന് ലീക്കായേക്കുന്ന ഇതിൽ കയറി കഴിഞ്ഞാൽ തെന്നി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. ഭയങ്കര അടിപൊളി വെതറാണ് കേട്ടോ. ചെറിയ ചാറ്റൽ മഴയുണ്ട്, എന്താ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള മഴയില്ല. ഇങ്ങനെ ഒരു വെതർ ധനുഷ്കോടി വരെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു, പക്ഷെ ഒരിക്കലും കിട്ടില്ല. കണ്ടോ, ഡീസലാണ്, ഫുള്ള് റോഡ് മുഴുവൻ ഡീസലാണ്.
ഭയങ്കര മൂടി വെതറാണ്. എനിക്കറിയില്ല തമിഴ്നാട്ടിൽ എങ്ങനെ ആയിരിക്കും എന്ന്. ചിലപ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ്. നമ്മൾ ബോഡി ഒന്ന് തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് പൊതുവെ ഫീൽ ചെയ്യാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം മേഘമല പോയപ്പോഴും അങ്ങനെ ആയിരുന്നു. ഇന്ന് കണ്ടിട്ട് ക്ലൈമറ്റ് കുറച്ച് അടിപൊളി ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഡിസംബർ അല്ല, നവംബർ ആണല്ലോ. ഡിസംബർ കുറച്ചും കൂടെ അടിപൊളിയാവും. വിൻ്റർ വൈബ്സ്. നമ്മളങ്ങനെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കയറിയിരിക്കുകയാണ്. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കയറിയിട്ടില്ല കേട്ടാ, കോട കാരണമൊന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ കയറുമെന്ന് തോന്നുന്നു. മധുരൈ 118 കിലോമീറ്റർ. യെസ്, നമ്മളങ്ങനെ തമിഴ്നാട് കയറിയിരിക്കുകയാണ്. ഇവിടെയും ഒടുക്കത്ത കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്ത കോടയാണ്. ഒന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല, ക്യാമറയിൽ പിന്നെ കുറച്ചും കൂടെ കാണാൻ പറ്റുമായിരിക്കും, പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ ചെക്ക് പോസ്റ്റ് കയറിയിരിക്കുകയാണ്. നമ്മൾ ഒഫീഷ്യലി തമിഴ്നാട് കയറി. ആക്ച്വലി തമിഴ്നാട് കയറുമ്പോഴാണ് റോഡ് നന്നാവാറുള്ളത്. പക്ഷേ ഇപ്പം തിരിച്ചാണ്. കേരളത്തിൽ റോഡാണ് അടിപൊളി. ഈ റോഡ് ഇച്ചിരി മോശമാണ്. മോശം എന്ന് പറയാനില്ല, ചെറിയ റോഡാണ്. കമ്പാരിറ്റീവ്ലി അത്രയും നല്ല വലിയൊരു റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കതൊരു ചെറിയ മോശമായിട്ട് ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. വെൽ ടാർഡാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നോർമലി നമ്മളിവിടെ എത്തുമ്പം അത്യാവശ്യം വെയിലൊക്കെ ആവുന്നതാണ്. ഇപ്പോൾ വെയിലായിട്ടില്ല, നല്ല കോട തന്നെയാണ്. ഇപ്പം കുറച്ച് കോടയൊക്കെ കുറഞ്ഞു തുടങ്ങി. നമ്മൾ ബോഡിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോഡി ചെന്നിട്ട് തേനിയിൽ നിന്ന് മധുരൈ, മധുരയിൽ നിന്ന് ധനുഷ്കോടി. അതാണ് നമ്മുടെ റൂട്ട്. വന്ന് കേരളത്തിനേക്കാളും കോട ഇപ്പം തമിഴ്നാട്ടിൽ കയറിയപ്പോൾ ആണ്. ഒന്നും കാണാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കട്ടക്കോട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടക്കോട. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. ചെറിയ കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ അങ്ങോട്ടൊന്നും കാണാൻ പറ്റാത്ത സിറ്റുവേഷനാണ് റൈറ്റ് നൗ നമ്മൾ ഫേസ് ചെയ്യുന്നത്. പക്ഷെ നല്ല രസമുണ്ട് ഓടിക്കാനായിട്ട്. നല്ല വെതർ, നല്ല ക്ലൈമറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധനുഷ്കോടിയിലേക്കുള്ള റൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. കുറേ സിറ്റി ട്രാഫിക്കിൽ ഓടിക്കും, നല്ല മൗണ്ടെയിൻ റേഞ്ചസ് ഓടിക്കും, നല്ല കോട കൊണ്ട് ഓടിക്കും, മോശം റോഡിലൂടെ ഓടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഹൈവേ ഉണ്ട്. ആ ഹൈവേ പിടിച്ചാണ് പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഈ റൂട്ട് പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും കോട എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടാ. ഇതൊന്നും കാണാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. നമ്മളിപ്പോൾ കുറച്ച് താഴേക്ക് ഇറങ്ങി. പക്ഷെ ഒരു കാര്യമില്ല, കോട ഭയങ്കര കോട എന്ന് പറഞ്ഞാൽ ഭയങ്കര കോട. ലോറിയൊക്കെ സൈഡിൽ നിർത്തിയിട്ടേക്കോ പല റോഡുകളും, ലോറികളും കാണാൻ പറ്റാത്തതുകൊണ്ട്. കുറച്ചങ്ങ് ആയി, എന്നിട്ടും കോട കുറയുന്നില്ല കേട്ടാ. എനിക്ക് ഒന്ന് താഴെ വരെ കോടയാണെന്ന്. കുറച്ച് കോട കറഞ്ഞായിരുന്നെങ്കിൽ ഒന്ന് കാണായിരുന്നു. ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്.
നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോട ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കമ്പാരിറ്റീവ്ലി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിസിബിലിറ്റി ഉണ്ട്, എന്നാലും ചെറിയ രീതിയിലേ ഉള്ളൂ. അപ്പോൾ തണുപ്പൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും നല്ല ബ്യൂട്ടിഫുൾ വെതർ ആയിരിക്കും എന്ന് തോന്നുന്നു താഴെ, ഈ മഴയൊക്കെ കണ്ടിട്ട്. അറിയില്ല. ഇറങ്ങി താഴെ എത്തി. ഇവിടെയും ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. തേനി ഗ്രാമങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല റോഡാണ് കേട്ടോ. 20 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് തേനിയിലേക്ക്. നമ്മൾ ഇതുവരെ ഫ്യൂവലൊന്നും അടിച്ചിട്ടില്ല. എറണാകുളത്ത് നിന്ന് ഇറങ്ങിയ സമയത്ത് ഫുൾ ടാങ്ക് അടിച്ചാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 1/4 ടാങ്കും കൂടെ ബാക്കിയുണ്ട്. റോഡെല്ലാം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ മഴ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. രാവിലെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ക്ലൈമറ്റ്. സാധാരണ ഇവിടെ വരുമ്പോൾ ഭയങ്കര ചുട്ടു പൊള്ളുന്ന വെയിലാണ്. രാമേശ്വരം. ചുമ്മാ നമുക്കിനി ഓൾമോസ്റ്റ് ഒരു 50 കിലോമീറ്റേഴ്സും കൂടെ ഉണ്ട് മധുരയിലേക്ക്. അറൗണ്ട് 230 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇനി ധനുഷ്കോടിയിലേക്ക്. എനിക്ക് തോന്നുന്നൊരു 3-4 മണിക്കൂർ മതിയാവും, 5 മണിക്കൂർ മതിയാവുമായിരിക്കും എത്താനായിട്ട്. 5 മണിക്ക് മുമ്പായിട്ട് നമ്മൾ രാമേശ്വരം പാസ് ചെയ്യണം, എന്നാലേ നമുക്കിന്ന് ധനുഷ്കോടി കയറാൻ പറ്റുള്ളൂ. റോഡൊക്കെ അടിപൊളിയാണ്. ഇനി ഇതേപോലെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് റോഡ്. പക്ഷേ സീൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ക്രോസ് ചെയ്യുന്നതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ക്രോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര ഡിഫെൻസീവായിട്ട് ഓടിക്കണം. എപ്പോഴും ആ സ്പീഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര കെയർഫുള്ളായിട്ട് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. എസ്പെഷ്യലി നമ്മൾ തമിഴ്നാട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടികളൊക്കെ കൂടുതലായിട്ട് ക്രോസ് ചെയ്യുന്ന കാണാൻ പറ്റും. നമ്മുടെ കേരളത്തിലെ ഒരു ഡിഫെൻസീവ് മോഡ് വെച്ച് ഇവിടെ ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടും. സോ കുറച്ച് കെയർഫുള്ളായിട്ട് ഓടിക്കണം. ഇവിടെ ധനുഷ്കോടി അതുപോലെ കൊടൈക്കനാലൊക്കെ പോകുന്നവർ ഇതുപോലുള്ള റോഡ് കയറി കഴിയുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് ഓടിക്കാൻ നോക്കണം. ആ തണുപ്പൊക്കെ മാറി ചെറുതായിട്ട് ചൂട് വന്നു തുടങ്ങി. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മണിയായി. കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലത്തെ ചൂടൊന്നുമില്ല, ഒരു മോഡറേറ്റ് വെതറാണ്. ഒരു രസമുണ്ട് ഓടിക്കാനായിട്ട്. ഇതുപോലുള്ള തണലുള്ള ഏരിയ കൂടെ ഓടിക്കാൻ നല്ല രസമുണ്ട്. നമ്മളിപ്പം മധുരയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കൊരു 170 കിലോമീറ്റേഴ്സും കൂടെ ഉണ്ട് ധനുഷ്കോടിയിലേക്ക്. നേരെ പോകുമ്പോൾ മാമാതുരൈ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് രാമനാഥപുരത്ത് നിന്ന് ഡീവിയേഷൻ എടുത്ത് രാമേശ്വരം എത്തിയിട്ടാണ് നമുക്ക് ധനുഷ്കോടി പോകേണ്ടത്. റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. 100, 150, 200 ഒക്കെ അടിക്കാൻ പറ്റിയ റോഡാണ് സൂപ്പർ ബൈക്ക് ഉണ്ടെങ്കിൽ. പക്ഷെ നമ്മളൊരു 90, 100 പിടിച്ചാണ് പോകുന്നത്. ഈ വണ്ടി 130, 120 ഒക്കെ പോവും. പക്ഷെ അങ്ങനെ നമ്മൾ പുഷ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് 90, 100 തന്നെ ആയിരിക്കും. 120, 130 ഒക്കെ പുഷ് ചെയ്ത് കുറേ കിലോമീറ്റേഴ്സ് ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജിൻ അടിച്ചു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻജിൻ പ്രൊട്ടക്ഷനും വണ്ടിയുടെ ലൈഫിനും വേണ്ടി നമ്മൾ 90, 100 പിടിക്കുന്നത്. ചെറിയ എൻജിനാണല്ലോ, ഒരു 210 cc എൻജിനല്ല. അപ്പോൾ അതിനെ അത്രയും സ്ട്രെസ് ചെയ്യിപ്പിക്കേണ്ടെന്ന് കരുതി നമ്മളൊരു 90, 100 ഒരു സേഫ് സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
റോഡിൽ എന്താ കിടക്കുന്ന? ഭയങ്കര കെയർഫുൾ ആയിരിക്കണം ഈ റോഡിൽ ഓടിക്കുമ്പോൾ. മുടിഞ്ഞ ചൂടാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയ. ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ച് ചാറ്റൽ മഴയൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 120 കിലോമീറ്റേഴ്സ് ഉണ്ട് ധനുഷ്കോടിയിലേക്ക്. ഇപ്പം ചൂടൊക്കെ മാറി, ചെറിയ രീതിയിൽ മഴ പൊടിഞ്ഞിട്ടുണ്ട്. നല്ല മഴയാവുമോ എന്നറിയില്ല. എന്താ വൈബ്! മഴ എനിക്ക് കിട്ടിയില്ല. ഫ്രണ്ടിൽ ആഷിഫ് പോയിട്ടുണ്ടായിരുന്നു, ആഷിഫിന് മഴ കിട്ടി. പക്ഷെ എനിക്ക് മഴ കിട്ടിയില്ല. പക്ഷെ വെഡ് റോഡ്സ് ആണ്. എന്താ രസം! റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണ്ട. എക്സ്പൾസിൽ 100-110 ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുക. ഐ ഫീൽ സോ ഗുഡ് മാൻ. എന്താ സീനറി ഒക്കെ നോക്കിയ, എന്താ വൈബ്! നല്ല കിടിലൻ ഗ്രാമങ്ങളാണ് ട്ടോ. ഓ, എന്താ വ്യൂ! ഒരു രക്ഷയില്ലാത്ത കാഴ്ചയായിരുന്നു പാമ്പൻ ബ്രിഡ്ജിൽ നമുക്ക് കിട്ടിയത്. ഇനി ആ കൂടെ ഒരു 8 കിലോമീറ്ററും കൂടെ ഉള്ളൂ രാമേശ്വരത്തേക്ക്. രാമേശ്വരം ചെന്നിട്ട് വേണം നമുക്ക് ധനുഷ്കോടി പോകാനായിട്ട്. അവിടുന്ന് ഒരു 20-15 കിലോമീറ്ററേ ഉള്ളൂ ധനുഷ്കോടിയിലേക്ക്. നമ്മളങ്ങനെ രാമേശ്വരം ചെക്ക് പോസ്റ്റ് കയറി ധനുഷ്കോടി സൈഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് 18 കിലോമീറ്റർ ഇനി റോഡുള്ളൂ. 18 കിലോമീറ്റർ കഴിഞ്ഞാൽ റോഡ് തീരും, പിന്നെ കടലാണ്. ധനുഷ്കോടി, ദ ലാൻഡ് വെയർ റോഡ് എൻഡ്സ് ആൻഡ് ദ ഓഷ്യൻ ബിഗിൻസ്. നമ്മുടെ യാത്ര മുന്നോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും കുറച്ച് നേരം കഴിയുമ്പോൾ കടലാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇനി കാണാൻ പോകുന്നത്.
എന്താ റോഡ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ. ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ഒരു 2016 കാലഘട്ടങ്ങളിലൊന്നും റോഡ് ഇങ്ങനെ അല്ല എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഫുള്ള് കടലായിരുന്നു. ഗവൺമെൻറ് പറയുന്നത് ദിസ് പ്ലേസ് ഇസ് അൺഫിറ്റ് ഫോർ ലീവിങ് എന്നാണ്. അതുകൊണ്ട് ഇവിടെ ആൾ താമസമൊക്കെ വളരെ കുറവാണ് ധനുഷ്കോടിയിലേക്ക്. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ആരെയും കടത്തിപ്പോലും വിടൂല ചെക്ക് പോസ്റ്റിൽ. ഇവിടെ 1964 ഒരു സൈക്ലോൺ ഉണ്ടാവുകയും സൈക്ലോണിൻ്റെ ഭാഗമായിട്ട് ധനുഷ്കോടി കംപ്ലീറ്റ് ആയിട്ട് നശിക്കുകയും ചെയ്തൊരു നഗരമാണ്. അതുകൊണ്ടാണ് ഇതിനൊരു ഗോസ്റ്റ് ടൗൺ എന്നുള്ള പേര് വന്നേക്കുന്നത്. ആ സൈക്ലോണിൽ കുറേ അധികം ആൾക്കാർ മരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളും ബിൽഡിങ്ങും ഒക്കെ തകരുകയുണ്ടായി. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ബാക്കിയായിട്ടുണ്ട് ഇവിടെ. പലർക്കും പേടി സ്വപ്നമാണ് ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലം. വർഷങ്ങൾക്ക് മുമ്പ് 1964 മുമ്പൊക്കെ നമ്മുടെ മധുര എന്ന് പറയുന്ന, മധുരേനേക്കാളും വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ധനുഷ്കോടി. ഇവിടെ മെഡിക്കൽ കോളേജും വലിയ വലിയ പോസ്റ്റ് ഓഫീസും ഹാർബറും അതുപോലെ തന്നെ കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തുനിന്നും എറണാകുളത്തുനിന്നും ഒക്കെ ആൾക്കാർ ധനുഷ്കോടിയിൽ വരുമായിരുന്നു ശ്രീലങ്കയിലേക്ക് പോകാൻ വേണ്ടി. ശ്രീലങ്ക ഇവിടുന്ന് കടൽ മാർഗം പോവുകയാണെങ്കിൽ വെറും 15 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ശ്രീലങ്ക എത്തുന്നൊരു സ്ഥലമാണ് ധനുഷ്കോടി. അപ്പോൾ അത്രയും വേറൊരു രാജ്യമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലം കൂടിയായിരുന്നു ധനുഷ്കോടി. അതുകൊണ്ട് അങ്ങനത്തെ രീതിയിലുള്ള വലിയ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. 1964 ശേഷമുള്ള സൈക്ലോണിൽ ഇതൊരു ഗോസ്റ്റ് ടൗൺ ആയിട്ട് മാറി, ആർക്കും വേണ്ടാത്തൊരു സ്ഥലമായിട്ട് മാറി. ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി. ഇവിടെ താമസിക്കുന്ന ആൾക്കാർ വളരെയധികം കുറവാണ്. അപ്പോൾ അതൊക്കെയാണ് ധനുഷ്കോടിയുടെ ചരിത്രം. എന്താണേലും ധനുഷ്കോടിയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വീഡിയോ ഇടാം. ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഈ സ്ഥലത്തിൻ്റെ ഒരു വാല്യൂ എന്താണ്, ഈ സ്ഥലം എന്താണ്, നമ്മളെ കുറേ ലെസൺസ് പഠിപ്പിക്കും. അരിച്ചുൽ മുന എന്ന് പറഞ്ഞൊരു ലാസ്റ്റ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നാണ്, ആ പോയിന്റാണ് എൻ്റെ. ആ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്ക കാണാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട് ബൈനോക്കുലർ വഴി. ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ വളരെ അടുത്താണ്. 15-12 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ ശ്രീലങ്കയിലേക്ക്. നമ്മളിപ്പോൾ ഈ വഴി പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോണിൽ മെസ്സേജൊക്കെ വരും, വെൽക്കം ടു ശ്രീലങ്ക എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പം തിരിച്ചു വരുന്ന സമയത്ത് ആ കടയിൽ നിന്ന് വല്ല സീ ഫുഡ് കഴിക്കണം. ഇവിടുത്തെ സീ ഫുഡ് അടിപൊളിയാണ്. ഞണ്ട് അതൊക്കെ നന്നായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്താം. റോഡ് ഇങ്ങനെ വിശാലമായി തുറന്ന് കിടക്കുകയാണ്. എന്തായാലും നമ്മളിപ്പം നേരെ ധനുഷ്കോടി പോവും, ഫുഡൊക്കെ കഴിക്കും, എന്നിട്ട് തിരിച്ച് ഇവിടെ രാമേശ്വരത്ത് എവിടെയെങ്കിലും ഒരു റൂം എടുക്കണം, എന്നിട്ട് സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ എന്തായാലും ഏർലി മോർണിംഗ് തിരിച്ച് വരുന്നതായിരിക്കും. എന്നിട്ട് ധനുഷ്കോടിനെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ പ്ലാൻ ചുമ്മാ ധനുഷ്കോടി പോവുക, എന്നിട്ടൊരു സൺസെറ്റ് കാണുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല സൺസെറ്റ് ഒന്നും കിട്ടുമെന്ന്. ഭയങ്കര മൂടി വെതറാണ്. എന്താണേലും നമുക്ക് സൺറൈസും കിട്ടിയില്ല, സൺസെറ്റും കിട്ടിയില്ല. പക്ഷേ ജേണി അടിപൊളിയായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഡിഫറെൻറ്റ് റൂട്ടിലൂടെയൊക്കെ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ ഇന്ന് ജസ്റ്റ് പോയി ധനുഷ്കോടി പോവുക, അറ്റം വരെ പോവുക, തിരിച്ചു വരിക, റൂമെടുത്ത് കിടന്നുറങ്ങുക. നാളെ ആയിരിക്കും നമ്മൾ ധനുഷ്കോടിയിൽ ഏതൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ വരുന്നത്. അപ്പം ആ വീഡിയോ എന്താണെങ്കിലും നിങ്ങൾ മിസ് ചെയ്യണ്ട.
നമ്മളങ്ങനെ എൻ പോയിന്റിലേക്ക് എത്തുകയാണ്. ഇവിടെ ഇച്ചിരി ക്രൗഡഡാണ്. രാമേശ്വരത്തുള്ള വിസിറ്റേഴ്സും എല്ലാവരും ഇവിടെ വരുമ്പം ധനുഷ്കോടി വരുന്നതുകൊണ്ട് തന്നെ ധനുഷ്കോടി ശനി ഞായർ അങ്ങനെയൊന്നുമില്ല, എല്ലാ ദിവസവും തിരക്കാണ് ഇവിടെ. നമുക്ക് എൻ പോയിന്റിൽ പോയിട്ട് യൂട്ടേൺ അടിച്ച് തിരിച്ചു വരാം, എന്നിട്ട് പോയി ഫുഡ് കഴിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയാ.